ഇതാണ് കാവൻഡിഷ് പരീക്ഷണം. രണ്ട് മാസുകൾ തമ്മിൽ ആകർഷിക്കുന്നു എന്നതിൻ്റെ പരീക്ഷണം. അതിലൊരു റിസൾട്ടും ഇല്ല. അത് റിസൾട്ട് ഇല്ല എന്നത് കുറേ നേരം വെച്ച് നോക്കിയാൽ മനസ്സിലാവും അതിലൊരു റിസൾട്ടും ഇല്ലയെന്ന്. അതേസമയത്ത് ഇതാണ് ഞാൻ നടത്തിയ പരീക്ഷണം. ദ്രവ്യം ഗോളാകൃതിയിലോ വൃത്താകൃതിയിലോ രൂപപ്പെട്ടാൽ ആ ഗോളാകൃതിയിൽ പ്രവേശിച്ച മറ്റൊരു ദ്രവ്യം ഇവയുമായി പരസ്പരം ലയിച്ചു ചേരാത്തവയാണെങ്കിൽ ഗോളത്തേക്കാൾ സാന്ദ്രത കൂടിയവ ഗോളത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് ചലിക്കുന്നു. അഥവാ ഇവിടെ എണ്ണയിൽ വെള്ളത്തുള്ളികൾ സിറിഞ്ച് കൊണ്ട് ഉറ്റിക്കുമ്പോൾ അവ കേന്ദ്രത്തിലേക്ക് ചലിക്കുന്നതായിട്ട് പരീക്ഷണത്തിൽ നേർ വ്യക്തമാണ്. ഇതുപോലെ സ്പേസ് സ്റ്റേഷനിലും പരീക്ഷണങ്ങളുണ്ട്. ഇതേപോലെ ഇതിൽ മണ്ണെണ്ണയാണ് ഉറ്റിക്കുന്നതെങ്കിൽ ഈ എണ്ണയേക്കാൾ സാന്ദ്രത കുറഞ്ഞ മണ്ണെണ്ണ ഈ വെള്ളത്തുള്ളി കേന്ദ്രത്തിലേക്ക് ചലിക്കുന്നതിന് പകരം ഇതിൻ്റെ പുറംഭാഗത്തേക്ക് ബാഹ്യഭാഗത്തേക്ക് ചലിക്കുന്നതായി കാണാം. സ്പേസ് സ്റ്റേഷനിലെ ഒരു പരീക്ഷണമാണ്. വെള്ളം ഗോളാവസ്ഥയിൽ നിൽക്കുന്നു. അതിലേക്ക് ഖരാവസ്ഥയിലുള്ളൊരു വസ്തു നിക്ഷേപിക്കുമ്പോൾ അത് വെള്ളത്തിൻ്റെ അകത്തേക്ക് പോകുന്നു. വെള്ളവുമായി ലയിച്ച് വായുവാകുന്ന വായുകുമിളകൾ ആ ഗോളത്തിൻ്റെ പുറത്തേക്ക് ചലിക്കുന്നു. ഇത് എൻ്റെ തിയറിയുടെ ഒരു പരീക്ഷണമാണ്. ഇവിടെ ഭൂമിക്ക് ചുറ്റും ഗോളാവസ്ഥയിൽ വായു ഗോളാകൃതിയിൽ രൂപപ്പെട്ടിരിക്കുന്നു. വായുവിലെ ആറ്റങ്ങളും ആറ്റങ്ങളിൽ അടങ്ങിയ ഇലക്ട്രോണുകളും ഇവിടെ ക്രമീകരിക്കപ്പെട്ടത് അല്ലെങ്കിൽ വിന്യസിക്കപ്പെട്ടത് ഗോളാകൃതിയിലാണ്. ഈ ഗോളാകൃതിയിൽ പ്രവേശിക്കുന്ന വസ്തുക്കളുടെ ചലനമാണ് ഗ്രാവിറ്റി.